വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. അപ്പോൾ എല്ലാവരും എക്സാമിൻ്റെ ഒരു ഓട്ടത്തിലൊക്കെ ആയിരിക്കും എന്നറിയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബയോളജിയിൽ നമ്മുടെ ബോട്ടണിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ത്രൂ ഔട്ട് ഈ വീഡിയോ കാണുക, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2 മാർക്സിൻ്റെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ത്രൂ ഔട്ട് ഈ വീഡിയോ കാണാൻ മറക്കരുത്. യെസ്, അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. A novel strategy was adopted to prevent the infestation of a nematode in the roots of tobacco plants. Write that strategy, name that nematode. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജി പേര് ചോദിച്ചാൽ മറക്കരുത്. എന്നാണ്? RNA interference അല്ലെ? RNA interference എന്ന് പറയുന്നതാണ് ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ നിമറ്റോഡിന്റെ പേരെന്താ? മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യ. മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യ. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RNA interference എപ്പോഴും ചോദിക്കും. നിങ്ങൾക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. പോളിമറേസ് ചെയിൻ റിയാക്ഷൻ ഹാസ് 3 steps. റൈറ്റ് ദ 3 steps. നെയിം ദ ബാക്ടീരിയം ഫ്രം വിച്ച് ടാഗ് പോളിമറേസ് ഇസ് ഐസൊലേറ്റഡ്. ഏതൊക്കെയാണ് 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീനാച്ചുറേഷൻ അല്ലെ? ഡീനാച്ചുറേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനീലിംഗ്. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അനീലിംഗും എക്സ്റ്റൻഷൻ. യെസ്, എക്സ്റ്റൻഷൻ. ഇപ്പൊ ഡീനാച്ചുറേഷൻ ഭയങ്കര ഹൈ ടെമ്പറേച്ചറിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കും അല്ലെ? നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സെപ്പറേറ്റ് ചെയ്യുന്നു. അനീലിംഗിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കും. യെസ്, അതിനുശേഷം ആ സമയത്താണ് നമ്മൾ ടാഗ് പോളിമറേസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്ത് കൊടുക്കുന്നത്. യെസ്, അത് കഴിഞ്ഞിട്ട് എന്ത് നടക്കുന്നു? എക്സ്റ്റൻഷനും നടക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ടാഗ് പോളിമറേസ് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ബാക്ടീരിയം ഏത് എന്നുള്ളതാണ്. അപ്പൊ ആ ബാക്ടീരിയത്തിന്റെ പേര് ഏതാണ്? തെർമസ് അക്വാറ്റിക്കസ്. തെർമസ് അക്വാറ്റിക്കസ് എന്നുള്ളതാണ് എൻസൈം. ബാക്ടീരിയം എന്ന് പറയുന്ന എൻസൈം ആണ് ടാഗ് പോളിമറേസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ട്രാൻസ്ജനിക് ആനിമൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ബയോളജിക്കൽ പ്രോഡക്ട്സ്. നെയിം ദ ഹ്യൂമൻ പ്രോട്ടീൻ ഒബ്റ്റെയിൻ ഫ്രം ട്രാൻസ്ജനിക് ആനിമൽ യൂസ് ടു ട്രീറ്റ് എംഫിസിമ. ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു സെന്റൻസ് ആയിട്ട് മാത്രം കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എംഫിസിമ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ആ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏതാണ്? ഏതാണ്? ആൽഫ 1 ആന്റിട്രിപ്സിൻ അല്ലെ? ആൽഫ 1 ആന്റിട്രിപ്സിൻ. ആന്റിട്രിപ്സിൻ എന്നുള്ളതാണ് ആ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത്. നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ. പേര് വളരെ ഈസി. ഏതാണ് ട്രാൻസ്ജനിക് കൗവിന്റെ പേര്? ഏതാണ്? റോസി അല്ലെ? റോസിയാണ് നമ്മുടെ ആദ്യത്തെ ട്രാൻസ്ജനിക് കൗ എന്ന് പറയുന്നത്. റൈറ്റ് ദ പെക്യൂലാരിറ്റി ഓഫ് ഇറ്റ്സ് മിൽക്ക്. അതിന്റെ പാലിന് എന്ത് പ്രത്യേകതയാണുള്ളത്? അതിലൊരു പ്രത്യേകതരം പ്രോട്ടീൻ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്? ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ. യെസ്, ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മിൽക്കാണ് ഏത്? റോസിയുടെ മിൽക്ക് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നോട്ടീസ് ദ ജീൻസ് ഗിവൺ ബിലോ. ക്രൈ 1AC, ക്രൈ 1AB, ക്രൈ 2AB. ചൂസ് ദ ജീൻ ദാറ്റ് കൺട്രോൾസ് കോൺ ബോറർ ഫ്രം ദ എബവ്. ഇതും എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു ഒറ്റ വരിയിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. കോൺ ബോററിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാണടാ? ക്രൈ 1AB. Name the bacterium from which cry genes were isolated. ഏതിൽ നിന്നാണ് ക്രൈ ജീൻസിനെ ഐസൊലേറ്റ് ചെയ്യുന്നത്? Bacillus thuringiensis. Okay. Yes, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Observe the figure given below. Identify the cells A and B. Write any 2 peculiarities of A. A എന്ന് പറയുന്നത് ഏതാണ്? A എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് സെല്ലും B എന്ന് പറയുന്നത് ജനറേറ്റീവ് സെല്ലും. ഇനി എന്താണ് വെജിറ്റേറ്റീവ് സെല്ലിന്റെ പ്രത്യേകത? വെജിറ്റേറ്റീവ് സെല്ലിന്റെ പ്രത്യേകത നോക്കിയാൽ നമുക്ക് കാണാം. എന്താണ്? ലാർജ് സെല്ലാണ് അല്ലെ? ലാർജ് സെല്ലാണ്. പിന്നെ എന്താണ്? ന്യൂട്രീഷൻ കൊടുക്കുക. ന്യൂട്രീഷൻ എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? അതിന്റെ ന്യൂക്ലിയസ് എന്താണ്? ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് അതിന് ഉണ്ടായിരിക്കുക. ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ പെക്യൂലിയാരിറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഗിവൺ ബിലോ. നെയിം ദിസ് കൈൻഡ് ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. ഡിഫൈൻ ദ സീക്വൻസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ചോദിക്കുന്നതാണ് മക്കളെ. പാലിൻഡ്രോമിക് സീക്വൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവാറേ ഇല്ല. പാലിൻഡ്രോമിക് സീക്വൻസ് എന്നാണ് പറയുക. ഡിഫൈൻ ദിസ് സീക്വൻസ്. എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസുകൾ? നമ്മുടെ ഓറിയന്റേഷൻ ഓഫ് റീഡിംഗ് സെയിം ആക്കി വെച്ച് കഴിഞ്ഞാൽ 2 സ്ട്രാൻഡിലും ഒരേപോലെ റീഡ് ചെയ്യുന്ന സീക്വൻസസ് ഓഫ് ബേസ് പെയേഴ്സ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ 3' to 5' വായിക്കുന്ന സമയത്ത് ഇങ്ങോട്ടും GAATTC, ഇങ്ങോട്ടും GAATTC. GAATTC ആണെങ്കിൽ ഇങ്ങോട്ടും എന്താണ്? GAATTC എന്ന് തന്നെയാണ്.
അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എക്സാമ്പിൾ സ്വന്തമായിട്ട് എഴുതാൻ പറയും. എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ്, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാൻ പറയും. ഓക്കെ, അപ്പൊ അതാണ് അതിൽ എഴുതുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്സിനാണ് എപ്പോഴും ചോദിക്കുക. ഓക്കെ, 2 മാർക്സിന് ചോദിക്കുന്ന ചോദ്യമാണ്. Observe the figure given below. Identify the population growth curve A and B. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ഈ ഗ്രാഫ് ചോദിക്കും. യെസ്, എ എന്ന് പറയുന്നത് ഏത് ഗ്രോത്ത് ആണെടാ? എ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. ആ ഗ്രോത്ത് കർവ് എന്ന് പറയുന്ന ഷേപ്പ് എന്താണ്? ജെ ഷേപ്ഡ് ആയിട്ടുള്ള കർവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ബി എന്ന് പറഞ്ഞാലോ? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിസ്റ്റിക് ഗ്രോത്ത് അല്ലെ, ലോജിസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അതിന്റെ കർവിനെയാണ് നമ്മൾ സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത്. സിഗ്മോയിഡ് ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കും. ഇത് 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഈ കർവിന്റെ പേരെന്താണെന്ന് മാത്രം ചോദിക്കും. ഓക്കെ, what do R and K stand for in the equation in the given figure? R ഉം K യും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് അല്ലെ, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസും. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ പറയുന്നത് എനിക്ക് ഇത്രേ പറ്റുള്ളൂ, എന്റെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ. കെ എന്ന് പറയുന്നത് എന്താണ്? ക്യാരിയിങ് കപ്പാസിറ്റി ആണ് കെ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് കേട്ടോ. നിങ്ങൾ ഇപ്പോഴേ മാർക്ക് ചെയ്ത് വെക്കുക. വളരെ 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 പ്രധാനപ്പെട്ട ഫിഗർ ആണ്. Describe any 2 methods by which alien DNA is introduced into host directly. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് 1 മാർക്കിലും ചോദിക്കാറുണ്ട്, 2ലും 3ലും ഒക്കെ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും 2 എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് പറയാം മൈക്രോ ഇഞ്ചക്ഷൻ. മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആനിമലിന്റെ ന്യൂക്ലിയസിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നു. ആനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി രണ്ടാമത്തെയാണ് ഇത് ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ എന്ന് പറയുന്നത്. ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ. ചിലപ്പോൾ ബയോളിസ്റ്റിക്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ജീൻ ഗൺ എന്ന് ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ആ പേരുകൾ ഓർത്ത് വെക്കുക. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ബൊംബാർഡ് ചെയ്യുന്നു അല്ലെ. ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ്, ഗോൾഡിന്റെയോ അല്ലെങ്കിൽ ടങ്സ്റ്റന്റെയോ, ഗോൾഡോ അല്ലെങ്കിൽ ടങ്സ്റ്റന്റെയോ എന്താണ് ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതെ, കോട്ടഡ് വിത്ത് DNA. അവരെ നമ്മൾ എന്ത് ചെയ്യും? DNA വെച്ച് കോട്ട് ചെയ്യും. യെസ്, കോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബൊംബാർഡ് ചെയ്യും. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലെ, ടിഷ്യൂ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു? സെല്ലിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഏതെങ്കിലും 2 മെത്തേഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതിയാൽ മതി കേട്ടോ. 2 outbreeding devices developed by plants to prevent self-pollination is given below. Complete the chart adding 2 more points. അപ്പോൾ സെൽഫ് പോളിനേഷൻ തടയാൻ അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും 4 ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് ആണ് എഴുതേണ്ടത്. അതിൽ 2 കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി ആണ്, രണ്ടാമത്തെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിലും എന്ത് നടക്കില്ല? സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് കുറയും. മറ്റൊന്നാണ് എന്ത്? ഈ പറയുന്ന പോലെ തന്നെ സ്റ്റിഗ്മയുടെ ഫോർമേഷനും അല്ലെ, സ്റ്റിഗ്മയുടെ ഫോർമേഷനും ആൻഡ് ആന്തർ ഡെവലപ്മെന്റ്. ആന്തറിന്റെ ഡെവലപ്മെന്റും എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നോട്ട് സിങ്ക്രണൈസ്ഡ്. സിങ്ക്രണൈസ് ചെയ്യില്ല, 2 സമയത്തായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പൊ എന്താണ്? സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. സ്റ്റിഗ്മയുടെ ഫോർമേഷനും ഈ പറയുന്ന പോലെ തന്നെ ആന്തർ ഡെവലപ്മെന്റും 2 സമയത്താണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് നടക്കില്ല? സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് കുറവാണ്. മറ്റൊന്നാണ് എന്ത്? സ്റ്റിഗ്മയുടെയും ആന്തറിന്റെയും പൊസിഷൻസ് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് പൊസിഷൻസ് ആണെന്നുണ്ടെങ്കിലും എന്തായിരിക്കും? ഇതുപോലെ തന്നെ ഡിഫറെന്റ് പൊസിഷൻസ് ആണെങ്കിലും ഇതുപോലെ തന്നെ എന്തായിരിക്കും? സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, യെസ്. അപ്പൊ ഏതെങ്കിലും 4 ഇപ്പൊ 2 തന്നിട്ട് 2 കൂടി എഴുതിയാൽ മതി. അപ്പൊ അതിന് നിങ്ങൾക്ക് 2 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിരിക്കും കേട്ടോ. 2 മാർക്സ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, ഓരോന്നിനും ഓരോ മാർക്ക്. യെസ്, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്സ് A, B, C and D. 4 വളരെ ഈസിയാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസ് നോക്കാണ്ട് നിങ്ങൾ എക്സാമിന് പോവേ ചെയ്യരുത്. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് പ്ലുമ്യൂൾ ആണ് അല്ലെ. എ എന്ന് പറയുന്നത് പ്ലുമ്യൂൾ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? കോട്ടിലിഡൻ അല്ലെ, കോട്ടിലിഡൻ ആണ്. ഇനി സി എന്ന് ഇവിടെ ഓൾറെഡി ഹൈപ്പോകോട്ടൈൽ തന്നിട്ട്. സി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ റാഡിക്കിൾ. സി എന്ന് പറയുന്നത് റാഡിക്കിൾ ആണ്. ആൻഡ് ദെൻ ഫൈനലി ഡി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ക്യാപ്പ്. ഏറ്റവും അറ്റത്ത് കാണുന്ന പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷൻ ആയിട്ടുള്ള റൂട്ട് ക്യാപ്പ് ആണ്. യെസ്, അപ്പൊ ABCD അത് ഡയറക്റ്റ് ആയിട്ട് നേരെ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എന്താ പറയുക, നിങ്ങൾക്ക് ആലോചിക്കുകയും കൂടി വേണ്ട. ആ ഫിഗർ അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് സുഖമായിട്ട് മാർക്ക് കിട്ടും. തെറ്റിക്കാൻ കൂടിയുള്ള ചാൻസ് കുറവാണ്. യെസ്, അപ്പൊ അത് കൃത്യമായിട്ട് നോക്കി പോവാ കേട്ടോ. What are palindromic DNA nucleotide sequences? Write 1 example for palindromic sequence. വളരെ ഈസി. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഓറിയന്റേഷൻ ഓഫ് റീഡിംഗ് സെയിം ആക്കി വെക്കുമ്പോൾ 2 സ്ട്രാൻഡിലും എന്താണ്? ഒരേപോലെയാണ് ഈ പറയുന്ന
സീക്വൻസസ് ഓഫ് ബേസ് പെയർസ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുക. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടില്ല, അപ്പോൾ ഏത് വേണമെങ്കിലും എഴുതാം. നമുക്ക് ഓൾറെഡി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള പ്രകാരമാണെങ്കിൽ GAATTC എന്ന് തന്നെ എഴുതാം. GAATTC അല്ലേ, 3' to 5'. യെസ്, ഓക്കെ. ഓക്കെ, യെസ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് കിട്ടി, 2 മാർക്സ് സുഖമായിട്ട് കിട്ടി. അപ്പോൾ പാലിൻഡ്രോമിക് സീക്വൻസ് ഒക്കെ ഒരുപാട് തവണ ചോദിക്കുന്നതാണ്, അപ്പോൾ അത് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. BT cotton is genetically modified plant. What does BT stand for? BT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൂചിപ്പിക്കുന്നത്? Bacillus thuringiensis. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാക്ടീരിയം അല്ലേ, Bacillus thuringiensis എന്നുള്ളതാണ് ബാക്ടീരിയം. വാട്ട് ഈസ് ദ സ്പെസിഫിക് ഫീച്ചർ ഓഫ് BT cotton plant? എന്താ BT cotton പ്ലാന്റിന്റെ സ്പെസിഫിക് ഫീച്ചർ എന്ന് പറയുന്നത്? അത് പെസ്റ്റ് അല്ലെങ്കിൽ ഇൻസെക്ട് റെസിസ്റ്റന്റ് ആണ് അല്ലേ, പെസ്റ്റ് അല്ലെങ്കിൽ ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല ഈൽഡ് കിട്ടും, നല്ല വിളവ് കിട്ടും അല്ലേ. ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് BT cotton പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫീച്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രൈ പ്രോട്ടീൻ്റെ കാര്യമൊക്കെ വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. പക്ഷെ അതിനായിട്ടൊന്നും സമയം കളയണ്ട, ജസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആ ഫീച്ചർ മാത്രം എഴുതിയാൽ മതി. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ക്രൈ പ്രോട്ടീൻ്റെ കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. Write the 4 factors that affect population density. പോപ്പുലേഷൻ ഡെൻസിറ്റിനെ അഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്: നേറ്റാലിറ്റി, mortality, immigration and immigration. നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ബർത്ത് നടക്കുന്നു, അവിടെ എത്ര ആൾക്കാർ പുതിയതായി ജനിക്കുന്നു. മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ എത്ര ഡെത്ത്, എത്ര പേര് മരിക്കുന്നു. ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ എത്ര പേര് പുതിയതായിട്ട് ആ പോപ്പുലേഷനിലേക്ക് വരുന്നു. എമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോപ്പുലേഷനിൽ എത്ര പേര് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 4 ഫാക്ടേഴ്സ് ആണ്. നിങ്ങൾ ഇതൊക്കെ എഴുതുന്ന സമയത്ത് ലെറ്റേഴ്സും കൂടി അവിടെ സൈഡിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കാരണം അത് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിത്തരാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അങ്ങനെ നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഡിനോട്ട് ചെയ്ത ലെറ്ററും കൂടി അതിന്റെ സൈഡിലൊന്ന് എഴുതി വെക്കുക. ഒബ്സർവ് ദ ഡയഗ്രാം, ഐഡന്റിഫൈ ദ ക്ലോണിംഗ് വെക്ടർ. ഈസി ക്വസ്റ്റ്യൻ ഏതാണ് ഇത്? PBR 322 അല്ലേ, PBR 322 ആണ്. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോണിംഗ് വെക്ടർ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ ഒന്ന് എന്താണ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം, ഓറായി ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, സെലക്ടബിൾ മാർക്കർ അല്ലേ, സെലക്ടബിൾ മാർക്കർ. ഈ പറയുന്ന പോലെ തന്നെ നോൺ ട്രാൻസ്ഫോർമൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാനും വേണ്ടിയിട്ട് നമുക്ക് സെലക്ടബിൾ മാർക്കർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ക്ലോണിംഗ് സൈറ്റുകളും ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉണ്ടായിരിക്കില്ല. യെസ്, കോമ്പറ്റീഷൻ, പാരസൈറ്റിസം, മൈക്കോറൈസ, സ്പാരോ ഈറ്റിംഗ് സീഡ്. ഇപ്പൊ നെയിം ഓഫ് ഇന്ററാക്ഷൻ തന്നിട്ടുണ്ട്, നമ്മൾ എടുത്ത് എഴുതേ വേണ്ടു. മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ ഇതിൽ ആരായിരിക്കും? മൈക്കോറൈസ. ഈസി, മൈക്കോറൈസ ആയിരിക്കും മ്യൂച്വലിസം. ഓക്കെ, അപ്പൊ മൈക്കോറൈസ പോയി. അബിങ്ടൺ ടോട്ടോയ്സും ഗോട്ടും തമ്മിൽ എന്താണ് ഉണ്ടായിരിക്കുക ഗൈസ്? എന്തുണ്ടാവും? അവർ തമ്മിൽ ഭീകര കോമ്പറ്റീഷൻ നടന്നിട്ട് അവസാനം അബിങ്ടൺ ടോട്ടോയ്സ് എന്താണ്, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. യെസ്, ഇനി കസ്ക്യൂട്ടോൺ ഹെഡ്ജ് പ്ലാന്റ്. കസ്ക്യൂട്ടോൺ ഹെഡ്ജ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? കസ്ക്യൂട്ട ഊറ്റിയെടുക്കുകയാണല്ലേ. എന്താണ്? പാരസൈറ്റിസം. ഹെഡ്ജ് പ്ലാന്റിൽ നിന്ന് എല്ലാം വലിച്ചെടുക്കുകയാണ്. അപ്പൊ എന്താണ് അവിടെ നടക്കുന്നത്? പാരസൈറ്റിസം. ഇനി പ്രിഡേഷൻ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ബ്രോഡർ സെൻസിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പാരോ ഈറ്റിംഗ് സീഡ്, കുരുവി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സീഡ്, കുരു കഴിക്കുന്നതും സ്പാരോ ഈറ്റിംഗ് സീഡ് ആണെങ്കിലും. ഇനി അതുപോലെ തന്നെ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ മാറ്റി കൊടുത്ത് ഡിയർ ഈറ്റിംഗ് ഗ്രാസ് കൊടുക്കാം, മാൻ പുല്ല് കഴിക്കുന്ന കൊടുക്കാം. അതും എന്താണ്? അതും ഒരു ബ്രോഡർ സെൻസ് പറഞ്ഞ പ്രിഡേഷൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് ഐഡന്റിഫൈ ചെയ്യാൻ. ഇത് ഏതാണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. ലോജിസ്റ്റിക് ഗ്രോത്തിൽ ഏതാണ്? സിഗ്മോയിഡ് കർവ് അല്ലേ. ലോജിസ്റ്റിക് ഗ്രോത്തിൽ സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ആണ് ഉണ്ടായിരിക്കുക. ആറും കെയും. 6 ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസും കെ എന്ന് പറയുന്ന ക്യാരിങ് കപ്പാസിറ്റി ഓൾറെഡി പറഞ്ഞു. What is RNA interference? Name the vector used to introduce nematode specific gene to host plant. എന്താണ് RNA interference എന്ന് പറഞ്ഞാൽ? എന്താണ് നമുക്കറിയാം, ആ ഒരു നിമറ്റോഡ് അല്ലേ. ആ ഒരു നിമറ്റോഡ് എന്ന് പറയുന്നത് നമ്മൾ മെലോഡിഗൻ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്ന ആ നിമറ്റോഡിന്റെ mRNA നമ്മൾ എന്ത് ചെയ്യുക? സൈലൻസ് ചെയ്യണം അല്ലേ. സൈലൻസിങ് ഓഫ് mRNA ആണ് ഇവിടെ നടക്കുന്നത്. സൈലൻസിങ് ഓഫ് mRNA. എങ്ങനെയാണ് സൈലൻസ് ചെയ്യുന്നത്? നമ്മൾ സെൻസ് ആൻഡ് ആന്റി സെൻസ് സ്ട്രാൻഡുകൾ അല്ലേ, സെൻസ് RNA അതുപോലെ തന്നെ ആന്റിസെൻസ് RNA കൂടി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ഡബിൾ സ്ട്രാൻഡഡ് RNA ആയിട്ട് മാറിയിട്ട് അത് എന്ത് ചെയ്യും? അത് ഈ പറയുന്ന
നമ്മുടെ നിമറ്റോഡിന്റെ mRNAയുമായിട്ട് ബൈൻഡ് ചെയ്യുകയും അതുവഴി എന്ത് സംഭവിക്കും? ആ mRNAനെ സൈലൻസ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അത് ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. mRNA ഇൻഹിബിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് നടക്കില്ല? അവിടെ ട്രാൻസ്ലേഷൻ നടക്കില്ല. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നടക്കില്ല. ട്രാൻസ്ലേഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? പ്രോട്ടീൻ ഉണ്ടാവില്ല. ആ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ നിമറ്റോഡിന് വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രോട്ടീനാണ്. നിമറ്റോഡിന് മെറ്റബോളിസം നടത്തണം, മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടത്തണമെങ്കിൽ ആ പ്രോട്ടീൻ വേണം. പക്ഷെ ആ പ്രോട്ടീൻ ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്? അതിന്റെ mRNA സൈലൻസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ നിമറ്റോഡ് ഡൈ ആയിട്ട് പോകുന്നു. അതാണ് RNA ഇന്റർഫെറൻസ്. നെയിം ദ വെക്ടർ. ഏതാണ് വെക്ടർ എന്ന് പറയുന്നത്? അഗ്രോബാക്ടീരിയം അല്ലെ? അഗ്രോബാക്ടീരിയം എന്നുള്ളതാണ് അവിടുത്തെ വെക്ടർ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. RNA ഇന്റർഫെറൻസ് ചോദിക്കും. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് എന്താണ് RNA ഇന്റർഫെറൻസ് എന്നിങ്ങനെ ചോദിക്കും. അതിലുള്ള നിമറ്റോഡിന്റെ പേരും പഠിക്കണം, വെക്ടറിന്റെ പേരും പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ RNA ഇന്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ ആ നിമറ്റോഡിന്റെ mRNAനെ സൈലൻസ് ചെയ്യുന്നു. എങ്ങനെ? സെൻസ് ആൻഡ് ആന്റി സെൻസ് RNA ചേർന്നിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടായിട്ട് അത് ഈ പറയുന്ന mRNAനെ ഇൻഹിബിറ്റ് ചെയ്യും. mRNAനെ ഇൻഹിബിറ്റ് ചെയ്താൽ ട്രാൻസ്ലേഷൻ നടക്കില്ല. ട്രാൻസ്ലേഷൻ നടന്നിട്ടില്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവില്ല. പ്രോട്ടീൻ ഉണ്ടായിട്ടില്ലെങ്കിൽ നിമറ്റോഡ് ചത്തുപോകും. കഴിഞ്ഞു. ഇനി 2 characteristics of population densities given below. നമ്മൾ ഓൾറെഡി പറഞ്ഞു. നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ബർത്ത് നടക്കുന്നു, ആ പോപ്പുലേഷനിൽ എത്ര ആൾക്കാർ പുതിയതായിട്ട് ഉണ്ടാവുന്നു, അതാണ് എന്ത്? നേറ്റാലിറ്റി. എമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ആ പോപ്പുലേഷൻ ലീവ് ചെയ്ത് പോകുന്നു, എത്ര പേര് ആ പോപ്പുലേഷനിൽ നിന്നും പോകുന്നു, പുറത്തേക്ക് പോകുന്നു. ഉള്ള പോപ്പുലേഷനിൽ നിന്നും എത്ര പേര് പുറത്തേക്ക് പോകുന്നു, അതാണ് എമിഗ്രേഷൻ. അപ്പൊ E for exit എന്ന് ആലോചിച്ചാൽ മതി. എക്സിറ്റ് ചെയ്ത് പോവാ, പുറത്തേക്ക് പോവാ എന്നുള്ളത് ആലോചിച്ചാൽ മതി കേട്ടോ. Observe the given figure of microsporangium and label the parts A, B, C, D. Easy. A എന്ന് പറയുന്നത് എന്താണ്? A എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്. B എന്ന് പറയുന്നത് എന്താണ്? എപ്പിഡെർമിസിന്റെ തൊട്ടുള്ളിലുള്ള ലെയർ ആണ് ഏത്? എൻഡോത്തീഷ്യം. എൻഡോത്തീഷ്യം. അത് കഴിഞ്ഞാൽ ദാ C എന്ന് പറയുന്നത് മിഡിൽ ലെയേഴ്സ് അല്ലെ? മിഡിൽ ലെയേഴ്സ്. ആൻഡ് D എന്ന് പറയുന്നത് എന്താണ്? ടപ്പീറ്റം. ടപ്പീറ്റം. ഇത് പലപ്പോഴായിട്ട് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഫിഗർ വന്നിട്ട് 1-2 തവണ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. 2 മാർക്സിനൊക്കെ ടപ്പീറ്റത്തിന്റെ മാത്രമായിട്ടുള്ള ഫംഗ്ഷനും എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ടപ്പീറ്റ നറിഷ്മെന്റ് ആണെന്നുള്ള കാര്യങ്ങൾ അതൊക്കെ എഴുതുക. അപ്പോൾ ആ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഫിഗർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല. ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് മാർക്ക് കിട്ടും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. Agrobacterium vectors are used to introduce nematode-specific genes into the host plants. Name the nematode. നമ്മൾ ഓൾറെഡി പറഞ്ഞു. Meloidiga incognita ആണ്. Define RNA interference. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടു, ഇതൊരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു RNA ഇന്റർഫെറൻസ് എന്നുള്ളത്. അതിൽ RNA ഇന്റർഫെറൻസ് എന്താണെന്ന് ചോദിക്കും, അതേപോലെ തന്നെ നിമറ്റോഡിന്റെ പേര് ചോദിക്കും, വെക്ടറിന്റെ പേരും ചോദിക്കും. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. യെസ്. Observe the figure given below. What are age pyramid? എന്താണ് ഏജ് പിരമിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏജ് പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോപ്പുലേഷനിൽ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് അവർ ഓരോ ഭാഗത്തേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന ഏജ് ഗ്രൂപ്പിൽ ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പോപ്പുലേഷൻ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള എത്ര ആൾക്കാരുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഓക്കെ, പെർസെന്റേജ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ പോപ്പുലേഷൻ ബിലോങ്ങിങ് ടു എ പെർട്ടിക്കുലർ ഏജ്. ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാ? പ്രീ റീപ്രൊഡക്റ്റീവ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഉണ്ട്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഉണ്ട്. അപ്പൊ ഈ 3 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ എത്രയാണ് എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത്? ഏജ് പിരമിഡ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഏജ് പിരമിഡ് ലേബിൾഡ് ആസ് എ. എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? എക്സ്പാൻഡിങ് ആണ്. കാരണം എന്താ? പ്രീ റീപ്രൊഡക്റ്റീവിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് എക്സ്പാൻഡിങ് ആവും. ഇനി കുറവാണെങ്കിലോ അത് ഡിക്ലൈനിങ് ആയിരിക്കും. ഇനി അല്ല, ഇത് ഏറെക്കുറെ സിമിലർ ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അതൊരു സ്റ്റേബിൾ പോപ്പുലേഷനും ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതൊരു സ്റ്റേബിൾ പോപ്പുലേഷനും ആവും. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എവിടെ? യെസ്. Amplification of gene of interest is done using polymerase chain reaction. Name the enzyme used in PCR and write the characteristic feature of this enzyme. ഏതാണ് enzyme? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടാക് പോളിമറേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ഇനി എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ? ഇതൊരു തെർമോസ്റ്റേബിൾ എൻസൈം ആണ്. തെർമോസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഈ പറയുന്ന പോലെ തന്നെ എക്സ്റ്റൻഷനും ഇതൊക്കെ നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുകയാണ്. അപ്പോൾ ആ ടെമ്പറേച്ചറിലും അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ആക്റ്റീവ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ.
Fill in the blanks with the type of interaction. വീണ്ടും interaction തന്നിട്ടുണ്ട്. സോറി, നമുക്ക് ആ ഓർഗാനിസംസ് തന്നിട്ടുണ്ട്. ഇന്ററാക്ഷൻ ഏതാണെന്ന് എഴുതണം. ഫിഗ് ട്രീയും വാസ്പും ഏതാണ്? ഈസി, മ്യൂച്വലിസം. യെസ്. ഇനി ഓർക്കിഡും മാംഗോ ട്രീയും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഏതാണ്? കമൻസാലിസം. ഓർക്കിഡിന് പ്രത്യേകിച്ച് എന്താണ്? ഗുണമാണ്. ഓർക്കിഡിന് ഗുണവും മാംഗോ ട്രീക്ക് പ്രത്യേകിച്ച് ഗുണവും ഇല്ല, ദോഷവും ഇല്ല. കുക്കും ക്രോവും പറയുമ്പോൾ തന്നെ ആലോചിക്കുക ഏതാണ്? പാരസൈറ്റിസം ആണ്. ഇനി ഒന്നും കൂടി പ്രിസൈസ് ആയിട്ട് എഴുതി കഴിയുകയാണെങ്കിൽ നമുക്ക് ബ്രൂഡ് പാരസൈറ്റിസം എന്ന് തന്നെ എഴുതാം. അബിങ്ടൺ ടോട്ടോയ്സും ഗോട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവർ തമ്മിൽ എന്താ നടക്കുന്നത്? കോമ്പറ്റീഷൻ. ഇവർ തമ്മിൽ ഭീകര കോമ്പറ്റീഷൻ ആണ്, അല്ലെ? കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. എക്സ്പൊണൻഷ്യലും ലോജിസ്റ്റിക്കും ആണ്. വാട്ട് ഡു ആർ ആൻഡ് കെ? അതും നമ്മൾ പറഞ്ഞു. ആർ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസും കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയിങ് കപ്പാസിറ്റി. യെസ്. And the last question, water pollinated flowers have many peculiarities. Write down any 4 such peculiarity. ഏതെങ്കിലും 4. അപ്പോൾ വാട്ടറിലൂടെ പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. ഒന്ന് എന്താണ്? അതിന് റിബൺ ലൈക്ക് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. റിബൺ ഷേപ്ഡ് ആയിട്ടുള്ള പോളൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? അതത്ര അട്രാക്റ്റീവ് ഒന്നും ആയിരിക്കില്ല. നോട്ട് അട്രാക്റ്റീവ്. അങ്ങനെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളത്തിലൂടെ ഇങ്ങനെ പോവല്ലേ, അട്രാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്താണ്? വലിയ സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലേ? നോ സ്മെൽ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല വെള്ളത്തിലൂടെ പോവാണ്. യെസ്. ഇനി ഒരു പ്രത്യേകതയും കൂടി എഴുതണം. അത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു ഇത് കൂടാണ്ട് അതിനുള്ള വേറെ എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും കുറെ അറിയാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വീഡിയോസും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഷോർട്സും ഒക്കെ വരുന്നത് അപ്പൊ പറയണ്ടേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിട്ട് ഇടുക കേട്ടോ. യെസ്. അപ്പൊ മറക്കരുത്, ഇതിന്റെ ഒരു ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദി ബെസ്റ്റ്. ബൈ.